Here you are having a question from assessment of cooperative societies, and this cooperative society is having income from 4 heads of income: income from house property, income from business, long-term capital gains, and other sources. So what are the incomes which are given here? This society is primarily engaged in the manufacturing of fruit products. There is a cottage industry. Income from manufacturing and marketing of fruit products 80,000. Interest on deposits with the Central Cooperative Society 16,000. Income from other business 78,000. Income from collective disposal of the labor of its members 16,000. Interest from government securities 8,000. Long-term capital gain 25,000. And income from house property 10,000. These are the incomes of the society. And on examination of the books of accounts of the society, it has been revealed that it has given a donation of rupees 5,000 by check to the National Children's Fund. These are the details of incomes and deductions, and from which we are required to calculate the tax liability of the society for the assessment year 2021. നമുക്കത് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? 4 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം അല്ലേ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ബിസിനസ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രൊഡക്ട്സ്, അതർ ബിസിനസ്, കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ദി ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ദർ. പിന്നെ അതർ സോഴ്സസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇങ്ങനെ 4 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദി സൊസൈറ്റി, ഫ്രം വിച്ച് വി ഹാവ് ടു ഡിഡക്റ്റ് സെക്ഷൻ 80G ഡൊണേഷൻസ്. 80G ഡൊണേഷൻസിൽ വരുന്നതാണ് ഇത് ഡൊണേഷൻ ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്. അത് നമ്മൾ 80G ഡൊണേഷൻസിൽ നോ ലിമിറ്റ് ഡൊണേഷൻസിൽ 100% ക്വാളിഫയിങ് ഡൊണേഷൻസിൽ വരുന്ന ഒരു ഐറ്റമാണ്. സോ ദാറ്റ് 5,000 ദാറ്റ് ക്യാൻ ഫുള്ളി ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. പിന്നെ നമ്മൾ ATP കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെക്ഷനാണ് ഡിഡക്ഷനാണ് ATP. ATPൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ഇപ്പോൾ ഇതിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിക്കേ. ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രോഡക്ട്സ്, ദാറ്റ് ക്യാൻ ഫുള്ളി ബി അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P. അതുപോലെ തന്നെ ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിച്ച് ഈസ് ഓൾസോ അലൗഡ് ടു ബി ഡിഡക്റ്റഡ് പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ്. പിന്നെ വരുന്ന ഇൻകം ഫ്രം അതർ ബിസിനസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞ 7+4 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടൈപ്സ് ഓഫ് ബിസിനസ് ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതല്ലാത്ത എല്ലാ ബിസിനസ്സിനും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും മാക്സിമം 50,000 ദേ ക്യാൻ ഡിഡക്റ്റ് അണ്ടർ സെക്ഷൻ 80P. തേർഡ് ഐറ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതന്നെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ദാറ്റ് ഈസ് അലവബിൾ അപ് ടു ₹1 lakh. ഇപ്പോൾ ഇവിടെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്നുള്ള അസംഷനിൽ ദാറ്റ് വി ക്യാൻ ഡിഡക്റ്റ് അപ് ടു 50,000. പിന്നെ വരുന്ന ഒരു ഡിഡക്ഷൻ 80Pൻ്റെ അകത്ത് വരുന്ന ഡിഡക്ഷനാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻസ് റിസീവ്ഡ് ഫ്രം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓൾസോ അലൗഡ് ആസ് ഫുള്ളി ക്യാൻ ബി ഡിഡക്റ്റഡ് അണ്ടർ സെക്ഷൻ 80P. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? അത് 4 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആകാൻ പാടില്ല. ഏതൊക്കെയായിരുന്നു? വിച്ച് ഈസ് നോട്ട് എ ഹൗസിംഗ് സൊസൈറ്റി or an urban consumer society, society carrying on transport business, or society engaged in the performance of any manufacturing operation with the aid of power. അങ്ങനെയുള്ള സൊസൈറ്റീൻ്റെ കേസിൽ ദേ ആർ allowed to deduct the income from house property provided their gross total income does not exceed ₹20,000. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക എന്ന് നോക്കാം. 20,000 എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P അലൗ ചെയ്യുള്ളൂ. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദി സൊല്യൂഷൻ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 10,000 വിച്ച് ഈസ് ഗിവൺ ദർ. ഇൻകം ഫ്രം ബിസിനസ് നമ്മൾ അതുപോലെ 3 എണ്ണാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 1,74,000 ആണ്. LTCG ഈസ് റിട്ടൺ ദർ. Income from other sources 24,000 total. The gross total income of the society for the assessment year is 2,33,000. For donations 80G that we deduct ₹5,000, that is paid by check also. പിന്നെ ATPൻ്റെ അകത്ത്
ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ഡിഡക്ഷൻ കിട്ടുമെന്നുള്ളത് നമ്മൾ നോക്കി. ഏതൊക്കെയാണ്? 80,000 ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്രൊഡക്ട്സ്, ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതർ സൊസൈറ്റീസിൻ്റെ കേസിൽ മാക്സിമം ഡിഡക്ഷൻ ഓഫ് 50,000 ദാറ്റ് ഈസ് അലൗഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 എക്സീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് കിട്ടില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ദാറ്റ് കനോട്ട് ബി ഡിഡക്റ്റഡ് അണ്ടർ സെക്ഷൻ 80P. Okay, now we can calculate the tax liability of the society. The total income is 66,000. അപ്പോൾ ടാക്സ് റേറ്റ് ഫോർ ദി സൊസൈറ്റി ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? And this is the tax rate of the society. First 10,000 10%, next 10,000 20%, above 20,000 30%. പിന്നെ സർചാർജ് ആൻഡ് സെസ് 4% സർചാർജ് ഇഫ് ദ ടോട്ടൽ ഇൻകം എക്സീഡ്സ് ₹1 crore. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് ടാക്സ് റേറ്റ്. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ നമുക്ക് LTCGക്ക് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. അത് ഇതിൻ്റെ അകത്ത് ഈ റേറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 25,000 ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ളത് 20% ഈസ് ദ ടാക്സ് റേറ്റ് ഫോർ ദാറ്റ് ₹5,000. അപ്പോൾ ആകെയുള്ള ഇൻകം എത്രയാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം 66,000 ആണ്. അതിൽ 25,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ബാക്കിയുള്ള ഇൻകത്തിനാണ് നമ്മൾ പറഞ്ഞ 10%, 20%, 30% റേറ്റ് വരിക. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണ്? 66,000 ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ 25,000 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഈസ് 41,000. അപ്പോൾ ഫസ്റ്റ് 10,000-ന് 10% ₹1,000, നെക്സ്റ്റ് 10,000 20% ₹2,000. ബാലൻസ് വരുന്നത് 21,000 that is taxable at the rate of 30%. That is 6,300. So that the total tax is 14,300. സർചാർജ് ഇല്ല. ടോട്ടൽ ഇൻകം ഈസ് നോട്ട് മോർ ദാൻ ₹1 crore. അപ്പോൾ മാത്രമേ സർചാർജ് റേസ് ചെയ്യുള്ളൂ. പിന്നെ സെസ് ഈസ് 4% which is computed on tax 14,300 into 4% 572. So the tax liability, tax payable is 14,872 which is rounded off to the nearest multiple of 10. So that is 14,870. Okay.